പാലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമാണ് ഗാസ. എന്നാൽ ഇസ്രയേൽ പാലസ്തീൻ യുദ്ധാനന്തരം ഗാസ തകർന്നടിഞ്ഞു. ഈ ഗാസയുടെ മേലാണ് ഇന്ന് അമേരിക്കയുടെ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ കണ്ണുകൾ ഉടക്കിയിരിക്കുന്നത്. അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ വൈറ്റ് ഹൗസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഗാസയെ സ്വന്തമാക്കുക എന്ന വാദം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തിയത്. യുദ്ധം അതിന്റെ സർവശക്തിയും പുറത്തെടുത്തപ്പോൾ ഗാസ നഗരം തകർന്നടിഞ്ഞ ഒരിടം മാത്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആവശ്യമെങ്കിൽ US സൈന്യത്തെ അയക്കുമെന്നും ഗാസ പിടിക്കുമെന്നും എല്ലാം ട്രംപ് പറയുന്നുണ്ട്. അവിടെ അവശേഷിക്കുന്ന കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തും, പൊട്ടാത്ത ബോംബുകളും ആയുധങ്ങളും നിർവീര്യമാക്കും. എന്നിട്ട് ഗാസയെ കടൽ തീര സുഖവാസ കേന്ദ്രമാക്കുമെന്നാണ് ട്രംപിന്റെ വാഗ്ദാനം. ഹമാസ് ഉൾപ്പെടെ ആരും അവിടെ ഉണ്ടാവില്ല എന്നും ട്രംപ് പറയുമ്പോൾ ദീർഘകാല ഉടമസ്ഥാവകാശമാണ് US ലക്ഷ്യമിടുന്നത്. ഇതൊന്നും അത്ര എളുപ്പത്തിലെടുത്ത തീരുമാനമല്ല. ഗാസയെ US ഏറ്റെടുക്കണമെന്ന ആശയത്തെ പലരും ഇഷ്ടപ്പെടുന്നുവെന്നും ട്രംപ് പറയുന്നുണ്ട്. മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ടാണ് പാലസ്തീനികൾ ഗാസയിലേക്ക് മടങ്ങിയെത്തുന്നത്. അവർ സമ്പന്നമായ അറബ് രാജ്യങ്ങളിലേക്ക് പോകട്ടെ എന്ന വാദവും ട്രംപ് ആവർത്തിക്കുന്നുണ്ട്. US സന്ദർശനത്തിനെത്തിയ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഒപ്പമിരുത്തിയായിരുന്നു ട്രംപ് ഗാസ മുഖം തുറന്നിട്ടത്. പിന്നാലെ ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയും ട്രംപ് ഇക്കാര്യം ആവർത്തിച്ചു. ഗാസയെ കൈവശപ്പെടുത്താൻ പോവുകയാണ്. അത് വിലക്ക് വാങ്ങേണ്ട കാര്യമില്ല. വാങ്ങാനൊന്നും അവിടെ ബാക്കിയില്ല. ഗാസയെ സ്വന്തമാക്കും. ട്രംപിന്റെ മോഹങ്ങൾ അങ്ങനെ വരി വരിയായി നിൽക്കുന്നു. ഗാസയിലെ ജനങ്ങളെ ഒഴിപ്പിക്കരുത് എന്ന നിലപാടാണ് ജോർദാനുള്ളത്. ഇക്കാര്യം അബ്ദുള്ള രണ്ടാമൻ വ്യക്തമാക്കുകയും ചെയ്തു. ട്രംപിന്റെ ആശയത്തെ ഈജിപ്തും തള്ളിയിരുന്നു. പാലസ്തീൻ ജനതയുടെ അവകാശങ്ങളുമായി പൊരുത്തപ്പെടുന്ന തരത്തിലൊന്നായിരുന്നു പുനർനിർമ്മാണമാണ് ഈജിപ്റ്റ് മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ സമ്മർദ്ദങ്ങളും ഉപരോധങ്ങളും കൊണ്ട് ഇരു രാജ്യങ്ങളെയും വരുതിയിലാക്കാമെന്നാകും ട്രംപ് കണക്ക് കൂട്ടുന്നത്. ജെറുസലേം ഇസ്രയേലിന്റെ തലസ്ഥാനമായിരിക്കുമെന്നും ജൂതർ കുടിയേറിയ പശ്ചിമ തീരത്തെ 30% പ്രദേശവും ഇസ്രയേലിന്റെ ഭാഗമായിരിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചത് ആദ്യ ഭരണനാളുകളിലാണ്. അന്നും ഇതിനെല്ലാം സാക്ഷിയായിട്ട് നെതന്യാഹു വൈറ്റ് ഹൗസിലുണ്ടായിരുന്നു. ടെൽ അവീവിൽ നിന്നും അമേരിക്കൻ എംബസി ജെറുസലേമിലേക്ക് മാറ്റിയതും ട്രംപ് ഭരണകൂടമാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഹമാസ് ആക്രമണം കഴിഞ്ഞതിന് പിന്നാലെ ഇസ്രയേൽ ഇന്റലിജൻസ് മന്ത്രാലയം ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. പാലസ്തീനുകളെ തുടച്ചു നീക്കി ഗാസയെ ശുദ്ധീകരിക്കണമെന്നതായിരുന്നു അതിന്റെ ഉള്ളടക്കം. ഗാസയിൽ നിന്നും പാലസ്തീനുകളെ ബലം പ്രയോഗിച്ചും പുറത്താക്കുക എന്ന മനുഷ്യവാസം അസാധ്യമാക്കുന്ന തരത്തിൽ കെട്ടിടങ്ങളെ തകർക്കുക, ഗാസയിലേക്കും പുറത്തേക്കുമുള്ള വഴികളെല്ലാം അടയ്ക്കുക, എല്ലാത്തിനുമൊടുവിൽ ഗാസയെ ഇസ്രയേൽ ഏറ്റെടുക്കുക. ഇതൊക്കെയായിരുന്നു റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. അതിന്റെ അമേരിക്കൻ പതിപ്പാണ് ട്രംപ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. US സൈന്യത്തെ ഉപയോഗിച്ച് ഗാസയെ സ്വന്തമാക്കുക എന്ന നയം ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.